بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ സുലൂക്കിൻ്റെ വഴിയിൽ പങ്കെടുക്കണമെങ്കിൽ, അതിലേക്ക് എത്തണമെങ്കിൽ ഒരു മുർഷിദായ ഒരു ശരിയായ ഷെയ്ഖിൻ്റെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ആ ഷെയ്ഖിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുത്താബഅത്തോടെ എന്നെത്തുന്നവരായിരിക്കണം. പിന്നെ കുറേ ഗുണങ്ങൾ പറഞ്ഞു. ആ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സൂഫി, ആ സൂഫിയായ ഷെയ്ഖിനെ കണ്ടെത്തണം. ആ കണ്ടെത്തിയാൽ ആ ഉസ്താദിനോട് സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം, അതും അദ്ദേഹം വിശദീകരിച്ചു. തസൂഫുമായി ബന്ധപ്പെട്ട, തസൂഫിൻ്റെ സൂഫി മാർഗത്തിൽ ഷെയ്ഖിലെ ബൈഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചു. പിന്നീട് അദ്ദേഹം പറയാണ്, പിന്നീട് ഇന്നക്ക നിശ്ചയം നീ സഅൽതനി, മോനെ നീ എന്നോട് ചോദിച്ചു, അനിൽ ഉബൂദിയത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ അടിമത്തം, അള്ളാഹുവിനോടുള്ള അടിമത്ത സ്വഭാവം, അതിനെക്കുറിച്ച് ചോദിച്ചു. എന്തിനാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്? വഹിയാദ് സലാസത്തു അഷ്യ, മൂന്ന് കാര്യങ്ങളാണ്. ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ഉബൂദിയത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അഹദുആവകൾ ഒന്ന്, മുഹാഫദത്തു അംരി ശറഈ, ശരീഅത്തിന്റെ കാര്യത്തിനെ കൃത്യനിഷ്ഠ പുലർത്തുക, ശരീഅത്തിന്റെ കാര്യങ്ങൾക്ക് കൃത്യനിഷ്ഠതയുള്ളവനായി തീരുക, അതിൽ അലസത കൈവെടിയുക, ഒന്നാമത്തെ കാര്യം. വസാനിയ, മൂന്നെണ്ണത്തിൽ രണ്ടാമത്തേത്, അർറിളാഉ ബിൽ ഖളാഇ വൽ ഖദ്രി, അള്ളാഹുവിൻ്റെ തീരുമാനവും അവൻ്റെ വിധി കൊണ്ടും റിളാ ചെയ്യുക, തൃപ്തിപ്പെടുക. വഖിസ്മത്തില്ലാഹി, അള്ളാഹു തആല ചെയ്ത ഓഹരി നിനക്കൊരു അംശം നൽകുമല്ലോ, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക, രണ്ടാമത്തത്. മൂന്നാമത്തത് വസാലിസുഹ തർക്കു റിളാഇ നഫ്സിക, നിന്റെ നഫ്സിന്റെ റിളായെ നീ ഉപേക്ഷിക്കുക, ഫി തലബി റിളാഇല്ലാഹി, യജമാനനായ അള്ളാഹുവിന്റെ റിളായിന്റെ തേട്ടത്തിൽ നഫ്സിന്റെ റിളായെ നീ വിട്ടേക്കുക. അള്ളാഹുവിന്റെ തൃപ്തിയും നിന്റെ നഫ്സിന്റെ തൃപ്തിയും തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് നീ മുൻതൂക്കം നൽകുക, നിന്റെ തൃപ്തിയെ നീ വലിച്ചെറിഞ്ഞേക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ള ഒരാൾക്ക് ഉബൂദിയത്ത് അയാൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സാലത്തിന് നീ എന്നോട് ചോദിച്ചു, അനി തവക്കുലി, തവക്കുലിനെ കുറിച്ച് നീ എന്നോട് ചോദിച്ചു. തവക്കുൽ എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തിനെ, നിന്റെ അഖീദയെ നീ ഉറപ്പിക്കലാണ്. ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ വിശ്വാസത്തിനെ നീ ഉറപ്പിക്കലാണ്. ഫീമാ വഅദ, അവൻ വാഗ്ദാനം ചെയ്ത കാര്യത്തിൽ. അള്ളാഹു വാഗ്ദാനം ചെയ്ത് നടപ്പിലാകുക തന്നെ ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും എന്ന് നിന്റെ മനസ്സിൽ നീ ഉറപ്പിക്കുക. യാനി, അതായത് തഅത്തഖിദു, നീ വിശ്വസിക്കണം, അന്നമാ ഖുദ്ദിറലക, നിനക്ക് നിശ്ചയിക്കപ്പെട്ടത്, സയസ്ലുവിലേക്ക്, അത് നിന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും, പിന്നീട് അത് നിന്നിലേക്ക് എത്തും. ലാ മഹാലത്ത, യാതൊരു സംശയവുമില്ല, നിന്നിലേക്ക് അത് എത്തും. വൈനിജിത്തഹദ കുല്ലു മൻ ഫിൽ ആലമി, ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ശ്രമിച്ചാലും ശരി, അലാ സർഫിഹി അൻക, നിന്നെ തൊട്ട് അതിനെ തട്ടിക്കളയാൻ, നിന്നെ തൊട്ട് അതിനെ തട്ടിമാറ്റുന്നതിന് ആരെല്ലാം ശ്രമിച്ചാലും ശരി, അള്ളാഹുവിന്റെ തീരുമാനമുള്ള നിന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. ലം യുക്തബ്, അള്ളാഹു തആല തീരുമാനിക്കപ്പെടാത്തത്, അള്ളാഹ് നിനക്ക് വേണ്ടി എഴുതപ്പെടാത്ത കാര്യം, ലൻ യസ്ലയിലേക്ക, അത് നിന്നിലേക്ക് എത്തുകയേ ഇല്ല. വൈൻ സാഹദക ജമീഉൽ ആലം, ലോകം മുഴുവനും അത് എത്താൻ വേണ്ടി നിന്നെ സഹായിക്കാൻ തയ്യാറായാലും നിനക്ക് നിശ്ചയിക്കപ്പെടാത്ത കാര്യം നിന്നിലേക്ക് എത്തുകയില്ല, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. ഇതാണ് അടിസ്ഥാനപരമായി തവക്കുലിന്റെ പ്രധാനപ്പെട്ട ഭാഗം. വസാലത്തിന് നീ എന്നോട് ചോദിച്ചു, അനിൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ കുറിച്ച്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അൻ തകൂന അഅമാലുക കുല്ലുഹ, നിന്റെ അമലുകൾ മുഴുക്കയാവുക, ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി. വലാ യർതാഹ ഖൽബുക, നിന്റെ കൽബ് പുളകിതമാകരുത്, ബിമഹാബിദിൻ നാസി, ജനങ്ങളുടെ പുകഴ്ത്തൽ കൊണ്ട്. ജനങ്ങൾ നിന്നെ പുകഴ്ത്തുമ്പോൾ ഞാൻ വലിയ പുള്ളിയാണെന്ന നിലയിൽ നിന്റെ മനസ്സ് പുളകിതമാകരുത്. വലാ തുബാലി ബിദമ്മിഹിം ബിമദമ്മതിഹിം, അവരുടെ കുറ്റം പറച്ചിലിനെ നീ ഒട്ടും പരിഗണിക്കുകയും ചെയ്യരുത്, അത് വിട്ടേക്കണം. വാലം, നീ അറിയണം, അന്ന റിയ എന്ന് പറയുന്നത് എത്തവല്ലത്, അത് ഉണ്ടാകും മിൻ തഅദീമിൽ ഖൽഖ്, സൃഷ്ടികൾ ബഹുമാനിക്കുന്നതിനാൽ. സൃഷ്ടികൾ നിന്നെ ബഹുമാനിക്കുമ്പോൾ അവർക്ക് തൃപ്തിയാകാൻ വേണ്ടി നിന്റെ അമലിനെ നേരെയാക്കാൻ ശ്രമിക്കും. അതാണ് റിയാന്റെ വാതിൽ, അതാണ്. വൈലാജു, അതിനുള്ള ചികിത്സ എന്താണ്? അൻ തറാഹും, നീ അവരെ കാണലാണ്.
മുത്തഅഖരീന മുഅഖരീന മുത്തഅഖരീന തഹ്തൽ ഖുദ്റത്തി, ഖുദ്റത്തിന്റെ തഹത്തിൽ പിന്തിക്കപ്പെട്ടതായിട്ട് നീ അവരെ കാണലാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്താണ് മുന്തി നിൽക്കുന്നത്. അപ്പോൾ തഹ്സബു, നീ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്, വിചാരിക്കലാണ്, കൽ ജമാദാത്തി, ജമാദുകളെ പോലെ, അതായത് നിർജീവ വസ്തുക്കളെ പോലെ ജനങ്ങളെ നീ കാണണം. അല്ലാതെ അവരെ നീ വലിയ ആളായിട്ട് കണക്കാക്കരുത്. എന്ത് വിഷയത്തിൽ? ഫി ആദമി ഖുദ്റത്തി ഈസാലി റാഹത്തി, റാഹത്തിനെ എത്തിക്കുന്ന ആ ഖുദ്റത്ത് ഇല്ലായ്മയുടെ വിഷയത്തിൽ, റാഹത്തിനെ മശക്കത്തിനെയും റാഹത്തിനെയും മശക്കത്തിനെയും എത്തിക്കുന്ന ഖുദ്റത്ത് ഇല്ല ജനങ്ങൾക്ക്. ജനങ്ങളെ കൊണ്ട് റാഹത്ത് എത്തിക്കാനും കഴിയില്ല, മശക്കത്ത് എത്തിക്കാനും കഴിയില്ല. ആ വിഷയത്തിൽ ജമാദാത്തിനെ പോലെ നീ അവരെ കാണണം. അവർക്ക് എന്തെങ്കിലും ശക്തിയുള്ളതായി നീ വിചാരിക്കുകയേ ചെയ്യരുത്. എന്തിനാണ് ചെയ്യേണ്ടത്? ഈ തഖലുസ മിൻ മുറാഅത്തിഹിം, അവരുമായിട്ടുള്ള റിയാഇന്റെ ചിന്തയിൽ നിന്ന് നീ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പൊ മത്താ തഹ്സബു, നീ അവരെ കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ചാൽ റവിയ ഖുദ്റത്തിന് കഴിവുള്ളവരാണെന്ന്, ഇറാദത്തിന് സ്വന്തമായി ഇച്ഛയുള്ളവരാണെന്ന് വിചാരിച്ചാൽ ലൻ യബ്ഉദ അൻക, നിന്നെ തൊട്ട് അകന്നു പോവുകയില്ല, അർരിയാഉ, ലോകമാന്യം നിന്നൊന്നും അകന്നു പോവുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അയ്യുഹൽ വലതു, മോനെ, വൽ ബാഖി മിൻ മസായിലിക, നിന്റെ മസ്തകളിൽ ശേഷിക്കുന്നത് ബാദാൽപ്പെട്ട ചിലതല്ല മസ്തൂറിൻ രേഖപ്പെടുത്തപ്പെട്ടു പോയതാണ് ഫി മുസന്നഫാത്തി, എൻ്റെ രചനകളിൽ. അവിടെ നീ നോക്ക്, ഫത്തുൽ ബൂ, നീ അതിനെ തേട്. സമ്മ, അവിടെ എൻ്റെ രചനകളിൽ നീ ചോദിച്ച പലതിൻ്റെ മറുപടി ഉണ്ട്. കിതാബുകളിൽ നോക്ക്, ഇഹ്യാ ഉലൂമുദ്ദീൻ, മിൻഹാജുൽ ആബിദീൻ, പിന്നെ അതുപോലെ തന്നെ ബിദായത്തുൽ ഹിദായ, അതുപോലെ ഒരുപാട് കിതാബ് ഫാർസിയിലും അറബിയിലുമായിട്ട്. ഇനി കിതാബത്ത് ബഅദി, നീ ചോദിച്ചപ്പെട്ട ചിലതിനെ എഴുതുക എന്നുള്ളതിന് ഹറാമാണ്. ഒരുപക്ഷെ അത് അദ്ദേഹം ഹറാമാണെന്ന് മനസ്സിലാക്കിയ വിജ്ഞാനങ്ങളെ കുറിച്ചായിരിക്കും. ഉദാഹരണം മന്തിക്കോ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം ആ ചോദ്യം എന്താണെന്ന് വ്യക്തമല്ല. അത് എന്നെ സംബന്ധിച്ചുള്ള എഴുതുകൾ തന്നെ ഹറാമാണ്. അന്ത, നീ അമൽ ചെയ്യേ ബിമാ താലം, നിനക്ക് അറിയുന്നതുകൊണ്ട് നീ അമൽ ചെയ്യേ. യക്ഷിഫ ലക്ക, നിനക്ക് വെളിപ്പെടാൻ വേണ്ടി, മാലം താലം, നിനക്ക് അറിയാത്ത കാര്യം വെളിപ്പെടാൻ വേണ്ടി അറിയുന്ന കൊണ്ട് നീ അമൽ ചെയ്യും. എന്തോ ചില സിറുകളെ കുറിച്ചാണ് ചോദിച്ചത്. ആ ചോദ്യം അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അയ്യൽ വലതു, മോനെ, ബാദലോം, ഇന്നേ ദിവസത്തിന് ശേഷം ലാ തസ്അൽ, നീ എന്നോട് ഇനി ചോദിക്കരുത്, മാ ഉഷ്കിലാലേക്ക, നിന്റെ മേൽ ബുദ്ധിമുട്ടാക്കപ്പെടുന്ന ഒന്നിനെ, നിനക്ക് സംശയം ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ വരുന്ന ഒരു കാര്യവും നീ എന്നോട് ഇനി ചോദിക്കരുത്. നിന്റെ മേൽ ഇഷ്കാലിൽ ഉണ്ടാകുന്ന സംശയം ഉണ്ടാകുന്ന ഒന്നും ചോദിക്കരുത്. ഇല്ലാ ബിലിസാനിൽ ജനാനി, ഹൃദയത്തിന്റെ നാവ് കൊണ്ടല്ലാണ്ട് ചോദിക്കരുത്. എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ശൈഖ് എനിക്ക് പറഞ്ഞു തരും, അപ്പം ഞാൻ മനസ്സിലാക്കും. ആ നിലയിൽ നീ ക്ഷമിച്ചു കഴിഞ്ഞുകൂടണം. ഹൃദയത്തിന്റെ നാവ് കൊണ്ട് ചോദിക്കാവൂ. അതായത് ഹൃദയത്തിൽ ആ ഒരു ചിന്ത ഉണ്ടാവണം, നീ വെളിയിൽ നാവ് കൊണ്ട് ചോദിക്കരുത്. ഇല്ല ഖൗലിഹി തആല, അള്ളാഹു പറഞ്ഞ കാരണത്താൽ, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, അവരെങ്ങാനും ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഹത്താ തഖ്റുജ ഇലൈഹിം, താങ്കൾ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് വരെ, ലകാന ഖൈറൻ, അതെന്ന് അവർക്ക് ഉത്തമമാകുമായിരുന്നു. എന്നതുപോലെ നീ ക്ഷമിക്കുകയാണെങ്കിൽ, നിന്റെ ഉസ്താദ് നിനക്ക് പറഞ്ഞു തരുന്നവരെ ക്ഷമിക്കുകയാണെങ്കിൽ അതായിരിക്കും നിനക്ക് ഉത്തമം. വഖബൽ, നീ സ്വീകരിക്കും നസീഹത്തുൽ ഖിദ്ർ അലൈഹിസ്സലാം, ഖിദ്ർ അലൈഹിസ്സലാമിന്റെ ഉപദേശത്തിനെ നീ സ്വീകരിക്കുക. ഹീനകാല, അദ്ദേഹം പറഞ്ഞ അവസരത്തിൽ, ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ, മൂസ അലൈഹിസ്സലാം, താങ്കൾ എന്നോട് ചോദിക്കരുത് അനുശിന് ഒരു കാര്യത്തിനെ കുറിച്ചും, ഹത്താ ഉഹ്ദിസ ലക, താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരുന്നവരെ, അതിനെക്കുറിച്ച് ദിക്റ, ഒരു ദിക്റിനെ പറഞ്ഞു തരുന്നവരെ, ഞാൻ പറഞ്ഞു തരുന്നവരെ നീ എന്നോട് ചോദിക്കരുത് എന്ന് ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞില്ലേ? അത് എന്നെ അംഗീകരിച്ചാൽ എന്നോട് ഇനി ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഫലാ തസ്തഅജിൽ, നീ ധൃതി കാണിക്കരുത്. ഹത്താ തബ്ലുഗ, ആ കാര്യം എത്തുന്നത് വരെ, ആ കാര്യങ്ങൾ ഹത്താ തബ്ലുഗ, നീ എത്തുന്നത് വരെ, അവാനഹു, അതിന്റെ സമയത്തിൽ, അത് പറഞ്ഞു തരേണ്ട സമയത്ത് നീ എത്തും, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നാൽ യുക്ഷഫിലൊക്കെ നിനക്കത് വെളിവാക്കപ്പെടും. അതുകൊണ്ട് നീ ചോദിക്കാൻ നിൽക്കണ്ട. ആ തറാവ്, നീ അതിനെ കാണുകയും ചെയ്യും. സഉരീകുമായാതി ഫലാ തസ്തഅജിലൂൻ, അല്ലാഹു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അതുകൊണ്ട് ഫലാ തസ്തഅജിലൂനി, നിങ്ങൾ എന്നോട് ധൃതി കാണിക്കരുത്, പെട്ടെന്നായിക്കോട്ടെ എന്ന് പറയരുത്. അതുകൊണ്ട് ഫലാ തസ്അൽനി, മോനെ, നീ എന്നോട് ചോദിക്കരുത്, ഖബലൽ വഖതി, സമയമാകുന്നതിന് മുമ്പ് ഒന്നും ചോദിക്കരുത്. വതയക്കൻ, നീ ഉറപ്പിക്ക്, അന്നക, നിശ്ചയം, നീ ലാ തസിലു, നീ എത്തേണ്ടടുത്തേക്ക് എത്തുകയില്ല, ഇല്ലാ ബിസ്സൈരി, ആ വഴിയിൽ നടക്കൽ കൊണ്ടല്ല, നടന്നെങ്കിലേ എത്തുള്ളൂ, വരുന്ന എത്തില്ലേ. ഖൗലി തആല, അവലം യസീറു ഫിൽ അർളി ഫയൻദുറു, അവര് ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നില്ലേ, അങ്ങനെ അവർ നോക്കി കാണുന്നില്ലേ എന്തൊക്കെയാണ് ദുനിയാവിൽ
അള്ളാഹു അവന്റെ ശത്രുക്കളോട് കാണിക്കുന്നതെന്നല്ല. കാണുന്നില്ലേ ഈ ആയത്ത്? അയ്യുഹൽ വലതു, മോനെ, ബില്ലാഹി, അള്ളാഹിനെ തന്നെ സത്യം, ഇൻ തസിർ, നീ ചുറ്റി സഞ്ചരിച്ചാൽ, തറ, നീ കാണും, അൽ അജാഇബ, അത്ഭുതങ്ങളെ, ഫീ കുല്ലി മൻസിലിൻ, നിന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. വബുദുൽ റൂഹക്ക, നിന്റെ റൂഹിനെ നീ വ്യയം ചെയ്യ്, നീ നിന്റെ റൂഹിനെ പിന്നെ ത്യാഗം ചെയ്യ്. അതിനെ എന്താ വേറൊരു വാക്കുണ്ടോ, വാക്ക് എനിക്ക് പെട്ടെന്ന് മറന്നുപോയി, ഇൻഷാ അല്ലാഹ് ഓർത്താ പറയാം. നിന്റെ റൂഹിനെ നീ പിന്നെ സമർപ്പിക്കുന്നു പറയാൻ തൽക്കാലം. നിന്റെ റൂഹിനെ നീ പിന്നെ അങ്ങോട്ട് വിട്. കാരണം ഈ കാര്യത്തിന്റെ ശിരസ്, ഈ സുലൂക്കിന്റെ വഴിയുടെ ശിരസ് ബദലു റൂഹി, റൂഹിനെ സമർപ്പിക്കലാണ്. റൂഹിനെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. സമർപ്പണം എന്നാണെന്ന് തോന്നുന്നു എൻ്റെ വാക്ക്. ത്യാഗം ചെയ്യുക. കമാ ഖാല ദുന്നൂനുൽ മിസ്രി റഹ്മഹുല്ലാ, അദ്ദേഹം പറഞ്ഞ പോലെ, ഈ അഹദി തലാമിലെത്തി, അദ്ദേഹത്തിന്റെ തിരുമീതന്മാരിൽപ്പെട്ട ഒരാളോട്, ഇൻ ഖദർത അലാ ബദലി റൂഹി, റൂഹിന്റെ സമർപ്പണത്തിന്റെ മേൽ, റൂഹിനെ ബലി കർപ്പിക്കാതെ, റൂഹിനെ ബലി കർപ്പിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഫതആൽ, നീ ഇങ്ങോട്ട് വാ. അതാണ് അവിടെ പറഞ്ഞത്, വബ്ദുൽ റൂഹ്, നിന്റെ റൂഹിനെ നീ ബലി അർപ്പിക്കുന്നത്. കാര്യങ്ങളുടെ എല്ലാം ശിരസ് റൂഹിന്റെ ബലിയർപ്പണമാണ്. അങ്ങനെ ബലിയർപ്പിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഫതആൽ, നീ വാ. വൈദ്യാന് സാധിക്കില്ലെങ്കിൽ ഫലാ തസ്തഗിൽ, നീ ജോലിയാവണ്ട, ബിതുർഹാത്തി സൂഫിയത്തി, സൂഫിയത്തിന്റെ അസംബന്ധങ്ങളുമായി നീ ജോലിയാവണ്ട. സൂഫിസത്തിന്റെ പേരിൽ ഒരുപാട് വേണ്ടാത്തത് കൊണ്ട് അതുമായിട്ട് നീ ജോലിയാകാൻ നിൽക്കണ്ട. നിന്റെ റൂഹിനെ നീ അള്ളാഹുവിന്റെ മുമ്പിൽ ബലിയർപ്പിക്കാൻ തയ്യാറാവുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും വേറെ കുറെ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഉന്നതമായ സുലൂക്കിന്റെ വഴിയിൽ നമ്മളെ അള്ളാഹു തആല പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് മുഅ്മിനായി ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.